തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി ദേശീയപാതയ്ക്കു സമീപം കൊടകര ഗ്രാമപഞ്ചായത്തിലാണ് പുത്തുക്കാവ് ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇരിഞ്ഞാലക്കുടയ്ക്ക് പോകുന്ന റൂട്ടും കൂടിയാണ് കേട്ടോ. നാല് ചുറ്റും പാടവും പറമ്പും, അതായത് നല്ല ഇങ്ങനെ ഗ്രാമാന്തരീക്ഷം, പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഈ പുത്തുക്കാവ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി രാജാവ് ക്ഷേത്രത്തിലേക്ക് ഏക്കർ 13 സെൻറ് സ്ഥലം കരം ഒഴിവാക്കി ദാനം ചെയ്തതാണ്. 1973 മുതലാണ് കൊടകര പഞ്ചായത്തിലെ കാരൂർ, മരുത്തോംപുള്ളിക്കര, കാവിൽദേശം, അഴകം, വെല്ലപ്പാടി എന്നീ ദേശങ്ങൾ പ്രതിനിധികളായാണ് ക്ഷേത്രം നടത്തുന്നത്. പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള ഈശ്വരമംഗലം ശിവക്ഷേത്രമാണിത്. ദേവി കോപിച്ചാൽ വസൂരിയും പ്രസാദിച്ചാൽ സർവ ഐശ്വര്യവും കൈവരുന്നതാണ് തട്ടകത്തിലെ വിശ്വാസം. ദേവിയെ നമ്മൾ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്തും ലഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാനും കൈലാസും ക്ഷേത്രത്തിൻ്റെ അകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുരാതന കാലത്ത് കൊടുങ്ങല്ലൂർ ഭഗവതി തൻ്റെ ഭക്തനായ കോടശ്ശേരി കർത്താവിൻ്റെ കൂടെ ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ മേലേക്കാവിൽ വന്നിരുന്നു. കോടശ്ശേരി കർത്താവ് കൊടുങ്ങല്ലൂർ ഭഗവതിയെ ദർശിച്ചതിനു ശേഷം വരുന്ന വഴി യാത്രാക്ഷീണം കൊണ്ട് പുത്തുക്കാവിൽ എത്തിയപ്പോൾ തൻ്റെ കുട ഇപ്പോഴുള്ള ശ്രീമൂലസ്ഥാനത്ത് വെച്ചിട്ട് കുളിക്കാൻ പോയെന്നും കുളി കഴിഞ്ഞ് തൻ്റെ കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ സാധിക്കാതെ വരികയും അങ്ങനെയാണ് ദേവി മേലേക്കാവിൽ കുടി കൊണ്ടെന്നും പറയപ്പെടുന്നത്. പിന്നീട് മേലേക്കാവിൽ മതിൽ കെട്ടി സംരക്ഷിക്കുകയും ദേവിയെ പുത്തുക്കാവ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇത് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ താലിവരവ് നടത്തുന്ന ഭാഗമാണ്. ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ദേവതയായി കണക്കാക്കുന്ന പുത്തുക്കാവിൽ ഭഗവതിയുടെ ഉത്സവത്തിന് കുടുംബി സമുദായക്കാരുടെ താലി എഴുന്നള്ളത്ത് ആദ്യ പരിപാടി. കൊടകര തട്ടാൻ സമുദായക്കാരുടെ താലിവരവ്, മരുത്തോംപിള്ളി പുലയ സമുദായക്കാരുടെ താലിവരവ്, മുടിയാട്ടം, കാളകളിയും ആശാരിമാരുടെ തട്ടിന്മേൽ കളി, സാംബവ സമുദായക്കാരുടെ കാളി ദാരികൻ നൃത്തവും പറയൻ തുള്ളലും ഉത്സവത്തിൻ്റെ പ്രത്യേകതകളാണ്. പ്രതിഷ്ഠ. ക്ഷേത്രത്തിൽ വിഗ്രഹത്തിനു പകരം വാൽക്കണ്ണാടിയാണ് പ്രതിഷ്ഠ. മേലേക്കാവിൽ ഗണ്ഡകർണൻ പ്രതിഷ്ഠയുമുണ്ട്. വീരഭദ്രൻ ആണെന്ന് പറയപ്പെടുന്നു. മകരമാസം 10-ാം തീയതിയാണ് താലപ്പൊലി. ആൻ ക്ഷേത്രത്തിലാണ് പ്രധാന ഉത്സവം. ഉത്സവത്തിൻ്റെ മുന്നോടിയായി 10-ാം ഉദയത്തിൻ്റെ അന്ന് താലപ്പൊലി കൊടികയറ്റം. ആദ്യം തന്ത്രിയുടെ ഇല്ലത്തേക്കും പിന്നീട് തട്ടകത്തിലെ കുടുംബങ്ങളിലും ദേവി എഴുന്നള്ളുകയും പറയെടുപ്പും നടക്കുന്നു. താലപ്പൊലി തട്ടകത്തമ്മയുടെ ആണ്ടുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. താലപ്പൊലിയുടെ തലേനാൾ ആനച്ചമയം. താലപ്പൊലി ദിവസം 7 ആനയ്ക്ക് എഴുന്നള്ളിപ്പുണ്ടാവും. ശീവേലി ഉച്ചയ്ക്ക്. ആൽത്തറയിൽ ഓട്ടൻതുള്ളൽ, പഞ്ചവാദ്യമേളം. വൈകിട്ട് ദീപാരാധന. വിവിധ സമുദായങ്ങളുടെ താലിവരവ്, കലാപരിപാടികൾ, വെടിക്കെട്ട്, സാമുദായിക കലാരൂപങ്ങൾ അരങ്ങേറും. ക്ഷേത്രത്തിൽ കൊല്ലം തോറും കർക്കിടത്തിലെ ആദ്യ വെള്ളിയാഴ്ച മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തിവരും. എല്ലാ മാസവും ഭരണി നാളിൽ ഭരണിയൂട്ട് നടത്തിവരുന്നു. പറനറയ്ക്കൽ, ശർക്കര നിവേദ്യം, നെയ്യ്, എണ്ണ. താലപ്പൊലിയാണ് ഇവിടെ പ്രധാനം ട്ടാ. സാധാരണ ദിവസങ്ങളിൽ 5:30 രാവിലെ മുതൽ അമ്പലം നട തുറക്കുന്നതാണ് 10 വരെ. പിന്നീട് വൈകിട്ട് 5:30 മുതൽ 7 മണിക്ക് വെളിച്ചപ്പാട് ഉണ്ടാവും എപ്പോഴും. ധനുമാസം 10-നാണ് താലപ്പൊലിക്ക് കൊടിയേറുന്നത്. അന്നു മുതൽ ദേശപ്പറയ്ക്ക് പോകും. 7 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി കൂടിയതാണ് തട്ടകം. ആ ദേശങ്ങളിലെല്ലാം പറക്കി പോകുന്നതാണ്. പേരാമ്പ്ര പള്ളിയിലെ പുണ്യാളനും പുത്തുക്കാവ് ഭഗവതിയും സഹോദരിയും സഹോദരനും ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആദ്യം പുത്തുക്കാവ് താലപ്പൊലി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പേരാമ്പ്ര പള്ളിയിലെ പള്ളിപ്പെരുന്നാൾ വരുന്നത്.
ആയിരം പെണ്ണുങ്ങൾ മുടിയഴിച്ചാടുമ്പോൾ തിരുനട താനെ തുറന്നിടട്ടെ. തല തന്നെ പോയാലും സൽക്കഥ പാടണം, അതുകൊണ്ടു ദേവിക്ക് കോപമില്ല. ചെത്തി തുളസിയും പൂജയ്ക്ക് ഒരുങ്ങുമ്പോൾ കാട്ടുതൃക്കാവ് ഞാൻ മാറി നിൽപ്പു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ പുണ്യാളൻ്റെ പള്ളിയിലും കൂടി പോയിട്ട് വരാം.